അപ്പോൾ മാസ്റ്റർ കൺട്രോളിൻ്റെ ലാച്ചിങ് റിലേൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം ഞാനിവിടെ വരച്ചത്. പിന്നെ ചെയ്തിട്ട് പഴകിയ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ചിരി വരും. അപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ചെറിയൊരു കൺഫ്യൂഷനാണുള്ളത്. നമുക്ക് ലാച്ചിങ് റിലേൻ്റെ കണക്ഷൻ കാരണം നമുക്ക് ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ലാച്ചിങ് റിലേൻ്റെ കണക്ഷൻ കൊടുക്കല്, അതിൻ്റെ ഡയഗ്രാം സെറ്റ് ചെയ്ത് തരുമോ, ഡയഗ്രാം വരച്ചിട്ടൊന്ന് അയച്ചു തരുമോ, ഇനി എത്ര വയറുകൾ നമ്മൾ ഡി വിക്കകത്തേക്ക് വലിക്കണം, എന്ത് വേണം എന്നുള്ളതെല്ലാം നമുക്ക് ഒരുപാട് എൻക്വയറികൾ. അപ്പോൾ അതിന് നമുക്കിപ്പം ഇതൊന്നും എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ടല്ല. ചില സ്ഥലങ്ങളിൽ ഈ ഒരു സിസ്റ്റമേ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയൊരു വീഡിയോ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ലാച്ചിങ് റിലേൻ്റെ സിസ്റ്റം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ നമ്മൾ മാസ്റ്റർ കൺട്രോൾ എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം നമ്മുടെ കോർണർ ലൈറ്റുകൾ, വീടിൻ്റെ കോർണർ ലൈറ്റുകൾ നമുക്ക് ഒരു സ്വിച്ചിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് സ്വിച്ചിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമുക്കൊരു മാസ്റ്റർ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. 16 ആംപിയറിൻ്റെ ഒരു വൺ വേ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ മാസ്റ്റർ കൺട്രോളുകളെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. അതായത് 2 വേ കൺട്രോളും അതിൻ്റെ ഒന്നിച്ച് നമുക്കൊരു 16 ആംപിയറിൻ്റെ ഒരു വൺ വേ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റർ കൺട്രോളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ഓൺ ചെയ്തത് അവിടെ തന്നെ പോയിട്ട് നമ്മൾ ഓഫ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. സെക്കൻഡ് ഫ്ലോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താഴേന്ന് പോയിട്ട് മേളിൽ ഓഫ് ചെയ്യുക, അപ്പം അതെല്ലാം കുറച്ച് പ്രയാസമായിട്ട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ലാച്ചിങ് റിലേ എന്നൊരു ചെറിയൊരു ഇലക്ട്രോണിക്കൽ ഡിവൈസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ലാച്ചിങ് റിലേക്ക് നമുക്ക് 4 കണക്ഷൻ പോയിന്റുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. 4 കണക്ഷൻ പോയിന്റുകൾ. നമുക്ക് അതിനകത്ത് ഒരു പവർ ഇൻപുട്ട് വരാനുള്ള ഒരു കണക്ഷൻ പോയിന്റും, അതുപോലെ തന്നെ A1 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റും, അതിന് നേരെ താഴെ കാണുന്ന A2 എന്നൊരു പോയിന്റും, പിന്നെ ഒരു പവർ ഔട്ട് വരാനുള്ള ഒരു പോയിന്റും. ഈ ഒരു ചെറിയൊരു സംഭവം ഈ കാണുന്നതല്ലോ. നമുക്ക് വയറ് വലിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ എവിടെയാണോ നമ്മൾ അതായത് മാസ്റ്റർ കൺട്രോളുകളുടെ സ്വിച്ചുകൾ നമുക്ക് വേണ്ടത്, അതായത് മാസ്റ്റർ കൺട്രോളിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ 16 ആംപിയറിൻ്റെ സ്ഥലത്ത് നമ്മളൊരു ബെൽ പുഷ് ആഡ് ചെയ്യുക. അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഈ വർക്കിംഗ് പ്രോപ്പറായി നടക്കുകയുള്ളൂ. 16 ആംപിയറിൻ്റെ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്കിംഗ് ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ ബെൽ പുഷുകൾ വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അവിടത്തേക്ക് നമ്മളൊരു 1 mm വയർ നമ്മൾ അവിടെ വെക്കുക. ചിലപ്പം ബെഡ്റൂമിൻ്റെ അകത്ത് നമുക്ക് മാസ്റ്റർ കൺട്രോൾ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമിൻ്റെ അകത്തെ ആ സ്വിച്ച് ബോർഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു പ്രത്യേക കളർ കോഡ് അതിന് വേണമെങ്കിൽ കൊടുക്കാം. ഞാനൊക്കെ വലിക്കുന്നത് നമുക്ക് വൈറ്റ് കളറിൽ വയർ വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളറാകുമ്പോൾ നമുക്ക് കുറേ കൂടുതൽ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വരാനില്ല. അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ ഞാൻ വലിയ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയറുകൾ നിങ്ങൾക്ക് വലിക്കാം. മഞ്ഞ വലിക്കാം, നീല വലിക്കാം, ഇനിയിപ്പം ഏതെല്ലാം കളർ വലിക്കാനുണ്ടോ ആ കളറിൽ നമുക്ക് ഒരു 1 mm വയർ നമ്മൾ ഈ ഒരു കാണുന്ന ബെൽ പുഷ് എവിടെയാണോ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് നമ്മൾ വലിച്ചിടുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 വേ കൺട്രോളുകൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. മാസ്റ്റർ കൺട്രോളിന് ആവശ്യമായ 2 വേ കൺട്രോളുകൾ, അതായത് ചില ആൾക്കാർ ഇപ്പം സെൻട്രൽ ഹാളിൽ നമുക്ക് വെക്കാൻ ഒരു 3 or 4 കോർണർ ലൈറ്റ് വെക്കാനുള്ള 2 വേ കൺട്രോൾ വെക്കാനുള്ള ഒരു സ്വിച്ചിൻ്റെ പൊസിഷൻ അവിടെ കണ്ടുവെക്കും. ഇനിയല്ല നമുക്കൊരു ഡൈനിങ് ഹാളിൽ, ഇനിയല്ല വർക്ക് ഏരിയ, അത്തരം ഏരിയകൾ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ എല്ലാ കോർണർ ലൈറ്റുകളും അവിടെ കൊണ്ടുവരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് മെയിൻ്റനൻസ് സുഖമാണ്. അതുപോലെ തന്നെ ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവർക്കും കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്വിച്ചുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പരിചയപ്പെടാൻ കുറച്ചും കൂടി പ്രയാസമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് സെൻട്രൽ ഹാൾ പോലുള്ള ഒരു ഏരിയയിൽ മാസ്റ്റർ കൺട്രോളിൽ മുഴുവൻ നമുക്ക് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയാണോ വേണ്ടുന്നത് അവിടെ നമ്മൾ 2 വേ കൺട്രോളുകൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കോർണർ ലൈറ്റുകളാണ് ഈ കാണുന്ന കൊടുത്തില്ല. നമുക്ക് എത്രത്തോളം നമ്മൾ സൺഷെയ്ഡിൻ്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടോ അത്രത്തോളം ലൈറ്റുകളുടെ വയറുകൾ നമ്മൾ ആ ഒരു സെൻട്രൽ ഹാളിലോ എവിടെയാണോ 2 വേ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിനി വേറൊരു കാര്യം പരിചയപ്പെടേണ്ടത്, നമുക്ക് അതിന് ഈ ലാച്ചിങ് റിലേ എന്നൊരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു പവർ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു വർക്കിംഗ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഇതിനൊരു പവർ വേണം. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഇൻവേർട്ടർ ലൈനിൽ നമുക്ക് കുറേ കൂടി ബെറ്റർ ആണ് ഇൻവേർട്ടർ ലൈനിൽ നമുക്ക് മാസ്റ്റർ കൺട്രോളിന് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇൻവേർട്ടർ ലൈൻ തന്നെ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി എല്ലാ കോമൺ ലൈനിൽ നമുക്ക് എടുക്കുന്നതാണെങ്കിൽ നോ പ്രോബ്ലം, വിഷയമൊന്നുമില്ല. കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും മാസ്റ്റർ കൺട്രോളുകളെ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ ഇൻവേർട്ടറിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു കാര്യം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു MCB ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. MCB എന്ന് പറഞ്ഞാൽ അതൊരു B6 B10 നമുക്ക് അത് വളരെ കുറഞ്ഞത് മാത്രം നമുക്കിവിടെ മതി. കാരണം ഈ ഒരു പൾസിന് വേണ്ടിയിട്ടുള്ളൊരു ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു പവർ മാത്രം അത് ഇൻവേർട്ടർ ലൈനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടർ ലൈനിൻ്റെ അതായത് ഇതിൻ്റെ പവർ വരുന്നത് നമുക്ക് ഈ ലാച്ചിങ് റിലേയുടെ ടോപ്പിലാണ്, ഏറ്റവും ടോപ്പിലെ പോയിന്റിലാണ് ഇതിൻ്റെ പവർ കണക്ഷൻ വരുന്നത്. അതായത് ഇതിന് വേണ്ടുന്ന കറണ്ട് വരുന്നത് A1 എന്ന് പറഞ്ഞ നമ്മളെ പോയിന്റ്
അതായത് നമ്മൾ എവിടെയാണോ ബെൽ പുഷ് വെക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം, ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ഈ കാണുന്ന വയറിനെ കണക്ട് ചെയ്യേണ്ടത്. അതായത് ബെൽ പുഷിന് സാധാരണ രീതിയിൽ 16 ആംപിയറിന്റെ സ്വിച്ച് നമ്മൾ എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് അതേ സിസ്റ്റം തന്നെ. ഈ മേളിൽ നമ്മൾക്ക് പവർ കൊടുക്കുക, അത് ഇൻവെർട്ടർ പവർ ആണെങ്കിൽ ഇൻവെർട്ടർ പവർ കൊടുക്കുക, അല്ലെങ്കിൽ കോമൺ പവർ ആണ് കോമൺ പവർ ബെൽ പുഷിന്റെ മേളിലത്തെ പോളിൽ കൊടുക്കുക. താഴത്തെ ലൈനിൽ നമ്മൾ വരേണ്ടത് നമ്മൾ ഇതിന്റെ പൾസ് വരാനുള്ള ഒരു ലൈനാണ്. അതായത് A1 എന്നൊരു പോയിന്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബെൽ പുഷിന്റെ പൾസ് വരാനുള്ള ഒരു ലൈൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ പൾസ് ഔട്ട് അതുപോലെ തന്നെ A2 എന്ന 2 പോയിന്റുകളാണ് നമുക്ക് ഇനിയിപ്പം ബാലൻസ് ഉള്ളത്. ഈ A2 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇതിനൊരു കോമൺ ആയിട്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ഇതിന് ന്യൂട്രൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കോമൺ ന്യൂട്രൽ ആണെങ്കിൽ കോമൺ ന്യൂട്രൽ തന്നെ എടുത്തിട്ട് കൊടുക്കുക. അതായത് ചില ആൾക്കാർ ഇൻവെർട്ടർ ലൈന് വേറെയും KCB ലൈന് വേറെ 2 DV വെക്കുന്ന ആൾക്കാരുണ്ട്, 2 ന്യൂട്രലുകൾ വലിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതാണോ സെയിം ഉള്ളത് അതുപോലെ അതന്നെ കറക്റ്റ് ആയിട്ട് ന്യൂട്രൽ ലൈന് കൊടുക്കുക. പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ പൾസ് ഔട്ട് വരാനുള്ള ലൈനാണ്. ഈ പൾസ് ഔട്ട് എന്നുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ 2 വേ കൺട്രോളുകൾക്ക് എങ്ങനെയാണോ മാസ്റ്റർ കൺട്രോൾക്ക് എങ്ങനെയാണോ സ്വിച്ചുകൾക്ക് നമ്മൾ പോയിന്റുകൾ കണക്ട് ചെയ്യല് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ ചെയ്തു കൊടുത്താൽ മതിയാവും. ഇതിന്റെ ഇൻവെർട്ടർ ലൈനാണെങ്കിൽ ഇതിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് ഇത് മുഴുവനായിട്ട് ലൂപ്പ് ചെയ്യുക. അതായത് ഇൻവെർട്ടർ ലൈനോ കോമൺ ലൈനോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പവർ 2 വേ കൺട്രോളിന് കൊടുക്കുക. സെൻറ്ററിലെ പോയിന്റ് നമുക്ക് ലൈറ്റിലേക്ക് വരുന്ന ലീഡുകളാണ് ഈ കാണുന്നത്. ലൈറ്റ് ലീഡുകളിലേക്ക് പോകുന്നതാണ് ഈ 2 വേ കൺട്രോളിൽ വരുന്ന സെൻറ്ററിലെ പോയിന്റുകൾ. കോർണറിൽ വരുന്ന ഈ 5 ലൈറ്റും കത്താൻ ഇത്. ഇനി നമുക്ക് ഈ പൾസ് ലാച്ചിങ് റിലേന്റെ പൾസ് ഔട്ട് വരുന്ന ലൈന്, അതായത് നമ്മൾ 2 വേ കൺട്രോൾ എവിടെയാണോ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അവിടത്തേക്ക് നമ്മൾ വയറ് വലിക്കുന്ന സമയത്ത് 1.5ന്റെ ഒരു ഔട്ട്പുട്ട് പോകാനുള്ളൊരു വയറും കൂടി ഇടുക. അത് നമ്മൾ കളർ കോഡ് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് DV ഡ്രസ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിനകത്ത് ഒരു മാസ്കിൻ്റെ ആപ്പിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഈ ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും. അത് നമുക്ക് പോകേണ്ടത് DVന്ന് പോയിട്ട് നമ്മൾ ഈ പവർ ഔട്ട് എന്നുള്ളത് നമുക്ക് നേരെ വന്നിട്ട് 2 വേ കൺട്രോളിൻ്റെ താഴത്തെ ലൈനിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യേണ്ടത്. താഴത്തെ ലൈനിൽ മുഴുവനായിട്ടും കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു സിസ്റ്റം വളരെ സിമ്പിളായിട്ട് തീർന്നു. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഒരു പവർ വന്നു, ലാച്ചിങ് റിലേയിൽ എത്തി. ലാച്ചിങ് റിലേയിൽ നിന്ന് പൾസ് വരാനുള്ള ഒരു ലൈൻ ഇവിടെ വന്നു. പൾസ് ഔട്ട് വരാനുള്ള ലൈൻ നമ്മൾ ഈ കാണുന്ന 2 വേ കൺട്രോളിലേക്ക് പോയി. ഇതിന് വർക്കിംഗ് ആവശ്യമായിട്ടുള്ള ന്യൂട്രൽ കണക്ട് ചെയ്തു. സിസ്റ്റം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി വലിയ കോംപ്ലിക്കേഷൻ ആവുന്നില്ല. നമ്മൾ വയറ് വലിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ വെക്കാൻ, അതായത് മാസ്റ്റർ കൺട്രോളിൻ്റെ ബെൽ പുഷ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അവിടത്തേക്ക് ഒരു വയർ എക്സ്ട്രാ ഇടുക. പവർ കേബിൾ പവർ അതിന് വേറെ ഇൻവെർട്ടർ പവർ ഇടുന്നെങ്കിൽ ഇൻവെർട്ടർ പവർ അവിടെ ഇട്ട് വെക്കുക. 2 വേ കൺട്രോൾ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇരുന്ന് പവർ ഔട്ട് വരാനുള്ള ഒരു 1.5 2 വേ കൺട്രോൾ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ട് വെക്കുക. ഇനിയിപ്പം അവിടെ നിന്ന് നമുക്കിപ്പോൾ വർക്ക് ഏരിയയിൽ നമുക്കൊരു 2 വേ കൺട്രോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് അവിടത്തേക്ക് കൊണ്ടുപോയാൽ മതി. നമ്മൾ വീണ്ടും DV തന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം DV തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ വയറിംഗ് സംബന്ധമായ ഏതൊരു പണിയെടുക്കുമ്പോഴും നമ്മളെ സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തുക. കാരണം ഒരു കൃത്യമായിട്ട് ഒരു ഇലക്ട്രീഷ്യൻ്റെ അംഗീകൃത സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രം നമ്മൾ ഇത്തരം വയറിംഗ് സംബന്ധമായ ജോലികൾ ചെയ്യുക. അപ്പോൾ എന്നാൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും തീർച്ചയായും വരുന്നതായിരിക്കും.